ജീവിതത്തിൽ അനേകർ പറയുന്നൊരു കാര്യമുണ്ട്, സെക്യൂരിറ്റി ഇല്ല, ജീവിതത്തിന് ഒരു സുരക്ഷിതത്വമില്ല. യഥാർത്ഥത്തിൽ സുരക്ഷിതത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ന് നമ്മളത് ശ്രദ്ധിക്കാൻ പോകുക. ഏറ്റവും അധികം സുരക്ഷിതത്വം ലഭിക്കുന്നത് നമുക്ക് നോക്കിയാൽ ജയിലിലാണ്. ജയിലിൽ ഒന്നിനെപ്പറ്റിയും വെളിയിൽ നിന്നുള്ള ഒരു ആക്രമണം പ്രതീക്ഷിക്കേണ്ട. ഫുഡുണ്ട്, വസ്ത്രമുണ്ട്, താമസിക്കാൻ മുറിയുണ്ട്. പക്ഷെങ്കിൽ അതാരും ഇഷ്ടപ്പെടുന്നില്ല. കാരണം എന്താ? ഫ്രീഡം ഇല്ല. അപ്പോൾ ഈ സെക്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാതന്ത്ര്യത്തോടു കൂടി അനുഭവിക്കും. എന്നാൽ ഇന്ന് എത്ര പേർക്ക് സ്വാതന്ത്ര്യത്തോടു കൂടി ആ സുരക്ഷിതത്വം അനുഭവിക്കാൻ പറ്റുന്നുണ്ട്? നമ്മൾ പലരും ഒന്നല്ലേ മറ്റൊരു രീതിയിൽ നമ്മൾ എല്ലാവരും ജോലി ഉള്ളവർക്ക് ആ ജോലി നഷ്ടപ്പെടുമോ? അല്ലെങ്കിൽ ഞാൻ എങ്ങനെ വിവാഹം കഴിക്കും? യൗവനക്കാർക്കുള്ളതാണ്. ഞാൻ എങ്ങനെ ജോലി നഷ്ടപ്പെട്ട വിവാഹം എങ്ങനെ കഴിക്കും? അല്ലെങ്കിൽ എങ്ങനെ ഞാൻ അതിനുശേഷം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കും? ഭാവി എങ്ങനെയാവും? എല്ലാവരും ഇൻസെക്യൂറാണ്. അവരുടെ ജോലി ഒരിക്കലും സെക്യൂരിറ്റി കൊണ്ടുവരത്തില്ല. പണം ഒരിക്കലും സെക്യൂരിറ്റി കൊണ്ടുവരത്തില്ല. കാരണം ധനികനെ സംബന്ധിച്ചിടത്തോളം ഭീഷണിയുടെ തലത്തില്ല. ആ രാത്രി കിടക്കുമ്പോൾ ആ ജനലടച്ചോ, ആ കഥ അടച്ചോ, ആ ശബ്ദം എന്താണ്? അല്ലെങ്കിൽ ക്യാമറയിലൊന്ന് നോക്കിയേക്കാം, അല്ലെങ്കിൽ സൈറൻ മുഴക്കിയേക്കാം, അല്ലെങ്കിൽ അയൽവക്കാരെ വാട്സാപ്പ് ഗ്രൂപ്പിൽ അറിയിച്ചേക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവരെ ഫോൺ ചെയ്ത് വിളിച്ചേക്കാം. ഭയത്തിലിരിക്കുക. ദൈവജനം പറയുന്നത് ദരിദ്രനോ ഭീഷണി പോലും കേൾക്കുന്നില്ല. അപ്പോൾ പണം സെക്യൂരിറ്റി കൊണ്ടുവരുന്നില്ല, ആ സുരക്ഷിതത്വം കൊണ്ടുവരുന്നില്ല. അധികാരമോ, ഒരു മന്ത്രി തലങ്ങളിൽ ഇരിക്കുന്നവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷം എന്ത് പറയുന്നു, മീഡിയ എന്ത് പറയുന്നു, നാട്ടുകാരെന്ത് പറയുന്നു, അടുത്തൊരു ആരോപണം വന്ന് എൻ്റെ സ്ഥിതി പോകുമ്പോൾ, എൻ്റെ ഈ സ്ഥാനം പോകുമോ, എൻ്റെ കൂടെയുള്ളവരെ എനിക്ക് ഇട്ട് ഓരോ വേലത്തരങ്ങളിൽ ഇന്നത്തെ രീതി പറഞ്ഞ പണി ചെയ്ത് എനിക്ക് സ്ഥാനം നഷ്ടപ്പെടും. ഇതൊന്നും സെക്യൂർ അല്ല. പക്ഷെ പ്രിയമുള്ളവരെ, ഇന്ന് സെക്യൂരിറ്റി തരാൻ പറ്റുന്ന ഒന്നേ ഉള്ളൂ, അത് ദൈവവചനമാണ്. ദൈവവചനം പറയുന്നു, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടത് ദൈവം അവനെ നൽകുവാൻ തക്കോണം ലോകത്തെ സ്നേഹിച്ചു. അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം മാത്രമേ നമുക്ക് ഒരു ഉറപ്പ് തരുന്നുള്ളൂ, ഒരു സുരക്ഷിതത്വം തരുന്നു. എങ്ങനെയാണ് എങ്ങനെയാണ് നമുക്ക് ദൈവവചനത്തിൽ കൂടി സെക്യൂർ ആകാൻ പറ്റുന്നത്? യോഹന്നാന്റെ സുവിശേഷം 3:14 പറയുന്നു, തന്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കോണം ലോകത്തെ സ്നേഹിച്ചു. അപ്പോൾ ദൈവത്തിന്റെ സ്നേഹം എൻ്റെ മേലുണ്ട് എന്നൊരു വ്യക്തി വിശ്വസിക്കുമ്പോൾ അവനൊരു കാര്യം പിടികിട്ടും, ഞാൻ എന്തു ചെയ്യുന്നു എന്നത് കൊണ്ടല്ല ദൈവം എന്നെ സ്നേഹിക്കുന്നത്, ബട്ട് ഞാൻ ആരാണെന്ന് ഉള്ളത് കൊണ്ടാണ്. അതായത് ദൈവ പൈതൽ എന്നുള്ള ഒരൊറ്റ തീരുമാനത്തിലാണ് ദൈവം എന്നെ സ്നേഹിക്കുന്നത്. 2, ഈ ദൈവസ്നേഹം എൻ്റെ മേലുണ്ടെന്ന് അറിയുമ്പോൾ എനിക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കാൻ ഒരു ബുദ്ധിമുട്ടും വരത്തില്ല. എനിക്ക് ഇങ്ങോട്ട് തിരിച്ചു കിട്ടിയില്ലെങ്കിലും എനിക്ക് അവരെ പറ്റുന്ന രീതിയിൽ സഹായിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. മറ്റൊരാളോട് സഹതാപം കാണിക്കാൻ അവരിങ്ങോട്ട് നല്ലത് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചിട്ടല്ല. എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹം എൻ്റെ മേലുള്ളത് കൊണ്ട് എനിക്ക് അവരോട് നല്ലത് പ്രവർത്തിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ക്ഷമിക്കാനും സഹിക്കാനും അല്ലെങ്കിൽ ത്യാഗപൂർണമായ രീതിയിൽ ചില കാര്യങ്ങളൊക്കെ നൽകുവാനും ഒക്കെ എനിക്ക് സഹായിക്കുന്നത് ദൈവത്തിൻ്റെ സ്നേഹം എൻ്റെ മേലുണ്ടെന്നാണ്. മാത്രമല്ല, അതെനിക്ക് തന്നെ ഉത്സാഹം തരും. എനിക്ക് ഉത്സാഹവും മനസ്സിന് ശാന്തിയും ഉത്സാഹവും തരുമ്പോൾ അതെൻ്റെ ശരീരത്തിന് ആരോഗ്യമായി തരും. ആരോഗ്യം വർദ്ധിക്കും തോറും എനിക്ക് സാഹചര്യങ്ങളെ നേരിടാൻ, എനിക്ക് മാനസികവും ശാരീരികമായ ധൈര്യം വരുമ്പോൾ സാഹചര്യങ്ങളെ നേരിടാൻ എനിക്ക് ധൈര്യം വരും. ആ ധൈര്യത്തിൽ നിന്നും എൻ്റെ ജീവിതം അനുഗ്രഹമായി മാറും. അതുകൊണ്ട് ആ ഒരു സെക്യൂരിറ്റി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്നേഹം എൻ്റെ മേലുണ്ടെന്നുള്ള ആ തിരിച്ചറിവാണ്. ഇന്നെന്നെ കേൾക്കുന്നവരോട് പറയട്ടെ, ഈ ലോകത്തിലുള്ള പണമോ അല്ലെങ്കിൽ അധികാരമോ അല്ലെങ്കിൽ നിങ്ങൾ ഈ ഭൂമിയിൽ നേടിയതൊന്നും നിങ്ങൾക്ക് പൂർണ്ണ സുരക്ഷിതത്വം തരാൻ പറ്റുന്നത് ദൈവവചനത്തിലും ദൈവത്തിനും മാത്രം. ഇന്ന് നമുക്ക് ഒരിക്കൽ കൂടി ദൈവവചനത്തെ വിശ്വസിക്കാം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. God bless you. God bless you. God bless you. ഈ പറഞ്ഞത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റുന്നുണ്ടോ? അതിന്റെ പേരാണ് വിശ്വാസ ജീവിതം. God bless you.